എവരിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ ഇഗ്നോയിൽ 2024 ഡിസംബറിൽ ടൈം ആൻഡ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത്. സോ ഈ ഒരു 2024 ഡിസംബറിലെ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന്റെ ഹോൾ ടിക്കറ്റ് ഇപ്പോൾ റിലീസ് ചെയ്ത് വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇൻ കേസ് അറിഞ്ഞില്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. ഈ 12-ാം തീയതിയാണ് വന്നത് കേട്ടോ. കുറച്ച് സമയം ആയതേ ഉള്ളൂ റിലീസ് ചെയ്തിട്ട്. ആരെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ ബാലൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഇഗ്നോ ഹോൾ ടിക്കറ്റ് 2024 ഡിസംബർ TEE എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ മേ ബി സൈറ്റ് ചെറിയ ലാഗ് ആവാൻ ചാൻസ് ഉണ്ട് എല്ലാവരും സൈറ്റിലുള്ളതുകൊണ്ട് തന്നെ. സോ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഹോൾ ടിക്കറ്റ് വന്നതിന് പിന്നെ കുറച്ച് പേര് കുറച്ച് സംശയമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ പറയുന്ന ഈ ഒരു ടൈം അല്ലെങ്കിൽ ഡേറ്റ് മാറാൻ സാധ്യതയുണ്ടോന്ന്. കാരണം ഹോൾ ടിക്കറ്റിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇന്ന സബ്ജക്ട് ഇന്ന സമയം ഇന്ന തീയതിയിലാണ് നടക്കുന്നതെന്ന്. സോ ഇതിന് ഡേറ്റിന് മാറ്റം വരാൻ സാധ്യതയുണ്ടോ? പിന്നെ കൂടുതൽ പേര് ചോദിച്ചൊരു കാര്യമാണ്, പലർക്കും അവർ ആഗ്രഹിച്ച സെന്റർ അല്ല ഇപ്പോൾ ഹോൾ ടിക്കറ്റിൽ കാണിക്കുന്നത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെന്റർ എങ്ങനെയും ചേഞ്ച് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ സാധ്യതയുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ ഇന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, പ്രാക്ടിക്കൽ എക്സാമിന്റെ ഡേറ്റ് ഹോൾ ടിക്കറ്റിൽ കാണിക്കുന്നില്ല, അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ഈ ഒരു ഡൗട്ട്സിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിലെ സബ്ജക്ട്സിന്റെ ഡേറ്റിൽ മാറ്റം വരുമോ എന്ന് പറയാം. സാധാരണഗതിയിൽ ഇഗ്നോ ഹോൾ ടിക്കറ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റിൽ മാറ്റം വരാറില്ല. കാരണം ഇഗ്നോ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഹോൾ ടിക്കറ്റ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ പിന്നെ ഈ ഒരു മാറ്റം കൊണ്ടുവരിക എന്ന് വെച്ചാൽ കുറച്ച് പാടായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മാക്സിമം ഇഗ്നോ മാറ്റം കൊണ്ടുവരാറില്ല. എങ്കിലും കഴിഞ്ഞ സെക്ഷനിൽ 1-2 സബ്ജക്ട്സിന് ചെറിയ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ പബ്ലിക് എക്സാംസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എക്സാംസ് നടക്കുന്നുണ്ടെങ്കിൽ ആസ് പെർ റിക്വസ്റ്റ് ഇഗ്നോ ചില എക്സാംസ് സ്റ്റുഡൻസിന് വേണ്ടി മാറ്റി കൊടുക്കാറുണ്ട്. ഇപ്പം നീറ്റ് പോലുള്ള എക്സാംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ 1-2 സബ്ജക്ട്സ് ഒക്കെ ഇഗ്നോ മാറ്റി തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മാറ്റുന്നുണ്ടെങ്കിൽ ഇഗ്നോ പുതിയ ഹോൾ ടിക്കറ്റ് റിലീസ് ചെയ്യും. നിങ്ങൾക്കായിട്ട് മാറ്റിയിട്ടുള്ള കുട്ടികൾക്ക് റിലീസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സബ്ജക്റ്റിന്റെ എക്സാമിന് പോകും മുമ്പ് നിർബന്ധമായിട്ട് തലേന്ന് ഹോൾ ടിക്കറ്റ് ഒന്നേന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് കേട്ടോ. മാറ്റം വന്നാലും റീജിയണൽ സെന്റേഴ്സ് നിങ്ങളെ മെയിൽ ത്രൂ അറിയിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ വഴിയാണെങ്കിലും നമ്മൾ അറിയിക്കുന്നതാണ്. സോ മാറാൻ വളരെ സാധ്യത കുറവാണെങ്കിലും ജസ്റ്റ് ഒന്ന് അലർട്ടായിട്ട് ഇരിക്കുക. രണ്ടാമത് ചോദിക്കുന്നുണ്ട്, പ്രാക്ടിക്കൽ എക്സാമിന്റെ ഡേറ്റ് എന്തുകൊണ്ട് ഹോൾ ടിക്കറ്റിൽ കാണുന്നില്ല എന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഹോൾ ടിക്കറ്റിൽ ടേം ആൻഡ് എക്സാമിനേഷന്റെ അതായത് റിട്ടൺ എക്സാമിനേഷന്റെ ഈ ഒരു ഡേറ്റ് മാത്രമേ നമുക്ക് അതിൽ കാണാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ കൊടുക്കുന്ന എക്സാം സെന്ററിലല്ല ഒരിക്കലും പ്രാക്ടിക്കൽ എക്സാംസ് നടക്കുന്നത്. പ്രാക്ടിക്കൽ എക്സാംസ് എവിടെ നടത്തണമെന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് റീജിയണൽ സെന്റർ ആണ്. ഇപ്പോൾ വടകര റീജിയണൽ സെന്റർ ആണെങ്കിൽ വടകര RCയുടെ അണ്ടറിലുള്ള എല്ലാ കുട്ടികൾക്കും കൂടെ വേണ്ടി 1-2 സെന്റേഴ്സ് അലോട്ട് ചെയ്യും. അവിടെ വെച്ചായിരിക്കും നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാംസ് നടക്കുന്നത്. അല്ല ഇനി കൊച്ചിൻ RC ആണെങ്കിൽ അവർ കോട്ടയം അങ്ങനെയുള്ള ഏതെങ്കിലും 1-2 ഡിസ്ട്രിക്റ്റിലൊക്കെ വെച്ചായിരിക്കും പ്രാക്ടിക്കൽ എക്സാംസ് നടത്തുന്നത്. അത് എപ്പോഴാണ് അതിന്റെ ഡേറ്റ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷൻ അല്ലെങ്കിൽ റിട്ടൺ എക്സാമിനേഷൻ കഴിയുന്നതോടുകൂടി പ്രാക്ടിക്കൽ എക്സാംസിന്റെ ഡേറ്റ് വരുന്നതാണ്. ഇപ്പോൾ ഡിസംബറിൽ റിട്ടൺ എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജനുവരി ഒക്കെ ആകുമ്പോൾ ഡേറ്റ് വരും. ജനുവരി ഫെബ്രുവരിയോടുകൂടി തന്നെ ഡേറ്റ് റിലീസ് ചെയ്യും പ്രാക്ടിക്കൽ എക്സാം എന്ന് നടക്കും എന്നുള്ളത്. നോർമലി ജനുവരി ടു മാർച്ച് സമയത്തിലാണ് പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നത്. സോ നിങ്ങളുടെ റിട്ടൺ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ റീജിയണൽ സെന്ററോ സ്റ്റഡി സെന്ററോ ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ BCA MCA അല്ലെങ്കിൽ മറ്റു ചില PG ഡിപ്ലോമ കോഴ്സസിനൊക്കെ പ്രാക്ടിക്കൽസ് ഒരുപാടുണ്ട്. അവരൊക്കെ ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രാക്ടിക്കൽ എക്സാമിന്റെ ഡേറ്റ് ഹോൾ ടിക്കറ്റിൽ കാണാത്തതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമ്മളുടെ മെയിൻ കണ്ടന്റിലേക്ക് പോവാം. എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെന്ന്. സോ കഴിഞ്ഞ തവണത്തെ കാണും ഇത്തവണ ഹോൾ ടിക്കറ്റ് വന്നേ പിന്നെ ഒരുപാട് കുട്ടികൾ നമുക്ക് മെസ്സേജ് അയച്ചു, ഹോൾ ടിക്കറ്റിൽ വന്ന എക്സാം സെന്റർ വേറെയാണ്, വേറെ ഡിസ്ട്രിക്റ്റിലുള്ള സെന്റേഴ്സ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. സോ ഒരുപാട് പേർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. നമുക്ക് വളരെ ദൂരെയുള്ള സെന്റർ ആണ് കിട്ടുന്നതെങ്കിൽ പോയി എഴുതാൻ പറ്റുക എന്നുള്ളത് വളരെ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അല്ലേ. ഇപ്പോൾ മോർണിംഗ് ഷിഫ്റ്റിലെ എക്സാം ഒക്കെ ആണെങ്കിൽ രാവിലെ എത്തുക എന്നുള്ളത് അത്ര പറ്റുന്ന ഒരു കാര്യമല്ല. സോ എങ്ങനെയാണ് എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുക എന്നാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. ഇതൊരു 50-50 ചാൻസ് ആണ് കേട്ടോ. കഴിഞ്ഞ തവണ കുറച്ച് കുട്ടികൾക്കൊക്കെ സെന്റർ ചേഞ്ച് ആയി വന്നിട്ടുള്ളവർക്ക് നമ്മൾ പരീക്ഷിച്ച് ജയിച്ച കാര്യമാണ് പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാം സെന്റർ മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ റീജിയണൽ സെന്ററിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ചൊരു ഇമെയിൽ അയക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇമെയിൽ അയക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ, നിങ്ങളുടെ പ്രോഗ്രാം കോഡ്, നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള എക്സാം സെന്റർ ഏതാണ്, ഇനി നിങ്ങൾക്ക് പോയി എക്സാം എഴുതാൻ താല്പര്യമുള്ള എക്സാം സെന്റർ ഏതാണ്, ഇത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് വേണം ഇമെയിൽ അയക്കാനായിട്ട്. ഇമെയിൽ അയക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഗ്നോയുടെ ID കാർഡൂടെ അറ്റാച്ച് ചെയ്ത് അയക്കാൻ ശ്രദ്ധിക്കുക. കാരണം അവർക്ക് ജസ്റ്റ് എൻറോൾമെന്റ് നമ്പറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മെയിൽ IDയിൽ നിന്ന് റീജിയണൽ സെന്ററിന്റെ ഇമെയിലിലേക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ സീറ്റ് അവൈലബിൾ ആണെങ്കിൽ അവർ ചേഞ്ച് ചെയ്ത് തരുന്നതാണ്. കഴിഞ്ഞ തവണ നമ്മളുടെ സ്റ്റുഡൻസ് ഇങ്ങനെ ഇമെയിൽ അയച്ചപ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും ചേഞ്ച് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. ചേഞ്ച് ആയുവാണ് ഇൻ കേസ് ഞാൻ ഇപ്പോൾ ഉദാഹരണം പറയാം. നിങ്ങൾക്ക് കിട്ടിയ ഒരു സെന്റർ SH തേവരയാണെന്നിരിക്കട്ടെ, പക്ഷെ നിങ്ങൾക്ക് പോയി എക്സാം എഴുതാൻ താല്പര്യമുള്ളത് കേരള വർമ്മ കോളേജ് ആണെങ്കിൽ rccochin@igno.ac.in ഇതാണ് RC കൊച്ചിന്റെ ഒഫീഷ്യൽ ഇമെയിൽ. അപ്പോൾ ഈ ഒരു ഇമെയിലിലേക്ക് നിങ്ങൾ മെയിൽ അയക്കണം. എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള സെന്റർ SH തേവരയാണ്, പക്ഷെ എൻ്റെ വീടിനടുത്തുള്ളത് കേരള വർമ്മ കോളേജ് ആണ്. അപ്പോൾ ഈ ഒരു സെന്റർ ഒക്കെ മെൻഷൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സെന്ററിന്റെ കോഡ് ബ്രാക്കറ്റിൽ കൊടുക്കുക കേട്ടോ. ജസ്റ്റ് പേര് മാത്രം കൊടുക്കാതെ കോഡ് കൂടെ വെച്ച് വേണം ഇമെയിൽ അയക്കാൻ. അപ്പോൾ എനിക്ക് ഈ ഒരു സെന്ററിലേക്ക് മാറ്റണം, കാരണം അതാണ് നിയറസ്റ്റ് സെന്റർ. മറ്റേ സെന്റർ ആണെങ്കിൽ വളരെ ദൂരമാണ്, അതുകൊണ്ട് എനിക്ക് എക്സാംസ് പോയി അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. സോ അത് ഞാൻ കൈൻഡ്ലി റിക്വസ്റ്റ് ചെയ്യുകയാണ്, മാറ്റി കിട്ടണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് ഒരു മെയിൽ അയച്ചാൽ സീറ്റ് അവൈലബിൾ ആണെങ്കിൽ അവർ
ചേഞ്ച് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ മെയിൽ അയച്ച് പിറ്റേന്ന് തന്നെ അവർ ചേഞ്ച് ചെയ്ത് തരില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെ പോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ മെയിൽ അയക്കുന്നുണ്ടാവും ചേഞ്ച് ചെയ്ത് തരണമെന്ന്. അപ്പോൾ അവരെല്ലാം വെച്ച് ഈ ഒരു റീജിയണൽ സെന്റർ ഓരോ ലിസ്റ്റ് ഉണ്ടാക്കും. ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പ്രയോറിറ്റി വൈസിലാണ് അവർ പുതിയ സെന്റർ നിങ്ങൾക്കായിട്ട് അലോട്ട് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച സെന്റർ റീജിയണൽ സെന്റർ തരുവാണെങ്കിൽ നിങ്ങളുടെ ഇമെയിലിലേക്ക്, നിങ്ങൾ ഏത് ഇമെയിലിൽ നിന്നാണോ മെയിൽ അയച്ചത് അതിലേക്ക് പുതിയ ഹോൾ ടിക്കറ്റ്, പുതിയ എക്സാം സെന്റർ ചേർത്തിട്ടുള്ള പുതിയ ഹോൾ ടിക്കറ്റ് ഈ ഒരു റീജിയണൽ സെന്റർ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അങ്ങനെ അയച്ചു തരുന്ന പുതിയ ഹോൾ ടിക്കറ്റ് വേണം ഡൗൺലോഡ് ചെയ്ത് എക്സാമിന് നിങ്ങൾ കൊണ്ടുപോകാൻ. അപ്പോൾ എങ്ങനെയാണ് സെന്റർ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇമെയിൽ അയക്കുന്ന കാര്യത്തിൽ ആ ഒരു ഫോർമാറ്റിന്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഇമെയിൽ ജസ്റ്റ് കാണിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ, ഇത് എക്സാമ്പിൾ ഉള്ള ഒരു ഫോർമാറ്റ് ആണ് കേട്ടോ, ഇങ്ങനെ തന്നെ അയക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അയക്കാം. ഇതൊരു എക്സാക്ട് കറക്റ്റ് രീതിയാണ് ഞാനൊരു ഫോർമാറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഇമെയിലിന്റെ ഇവിടെ റിക്വസ്റ്റ്, ഞാനിവിടെ സബ്ജക്ട് കൊടുത്തിട്ടുണ്ട്, റിക്വസ്റ്റ് ഫോർ എക്സാം സെന്റർ ചേഞ്ച് ഫോർ TE December 2024 ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഫോർമാറ്റ് അവിടെ സബ്ജക്റ്റ് അവിടെ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ഈ ഒരു രീതിയിൽ ഈ ഒരു ഫോർമാറ്റിൽ കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ സെന്റർ ചേഞ്ച് ആയി കിട്ടിയില്ലെങ്കിൽ 1-2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് റീജിയണൽ സെന്ററിലേക്ക് മെയിൽ അയക്കുക. സീറ്റ് അവൈലബിൾ ആണെങ്കിൽ ഉറപ്പായിട്ട് അവർ മാറ്റി തരുന്നതാണ്. അപ്പോൾ റീജിയണൽ സെന്റേഴ്സിന്റെ മെയിൽ ID, ഒഫീഷ്യൽ മെയിൽ ID നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ ഇമെയിൽസ് നോക്കി കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ മെയിൽ ID നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് സെന്റർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുക. പിന്നെ ഞാൻ അഗെയിൻ പറയുകയാണ്, ഇത് എല്ലാവർക്കും കിട്ടണമെന്നില്ല, സെന്റർ മാറ്റി കിട്ടണമെന്നില്ല, 50-50 ചാൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷമുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ എല്ലാവിധ അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ലഭിക്കാനായിട്ട് നമ്മളുടെ പ്രോഗ്രാം വൈസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മുഖേന ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഏത് യൂണിവേഴ്സിറ്റിയിലെ ഏത് കോഴ്സിന് ഏത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡന്റ് ആണെന്ന് കൂടി കറക്റ്റ് ആയിട്ടൊന്ന് മെൻഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. സോ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ചോദിക്കുക, അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.